കേരള യൂണിവേഴ്സിറ്റി നാടകോത്സവത്തിൽ ഇത്തവണ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒരു നാടകമായിരുന്നു. പേര് കേടായ വണ്ടി. 3 സമ്മാനങ്ങളാണ് ഈ നാടകം കരസ്ഥമാക്കിയത്. സന്തോഷ് തകഴിയാണ് ഈ നാടകത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. ആലപ്പുഴ SD കോളേജിൽ 2 ദിവസങ്ങളിലായി വൈകിട്ട് മുതൽ പുലർച്ചെ വരെ നീണ്ട നാടകോത്സവം തികഞ്ഞ ആവേശത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്. അതിൽ ശ്രദ്ധേയമായ നാടകങ്ങളിൽ ഒന്നായിരുന്നു കേടായ വണ്ടി. ലോകത്തെവിടെയുമുള്ള നിശ്ചലമായി കിടക്കുന്ന സാമൂഹിക ജീവിതത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു കേടായ വണ്ടിയുടെ പ്രമേയം. ഒരിക്കലും ചലിക്കാത്ത വണ്ടിയിൽ ഓടുന്നു എന്ന് അഭിനയിക്കേണ്ടി വരുന്ന ഒരു ജനതയെ ഈ നാടകം അവതരിപ്പിക്കുന്നു. നാടകോത്സവത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേടായ വണ്ടിയിലെ പുരോഗമന ചിന്താഗതിയുള്ള യുവതിയെ അവതരിപ്പിച്ച സർഗപ്രിയയാണ്. മികച്ച ഹാസ്യ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേടായ വണ്ടിയിലെ കാളവണ്ടിക്കാരനായി അഭിനയിച്ച ആനന്ദ് ദാസാണ്. കേരള സർവകലാശാലയിൽ തന്നെ നിരവധി തവണ സമ്മാനാർഹമായ നാടകങ്ങൾക്കും സ്കിറ്റുകൾക്കും രചനയും സംവിധാനവും ചെയ്തിട്ടുള്ള സന്തോഷ് തകഴിയാണ് കേടായ വണ്ടിയുടെയും രചനയും സംവിധാനവും. ചരിത്രത്തിൽ മനുഷ്യൻ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ വളരെ ബോധപൂർവമായി ഒരു സാമൂഹിക സംവിധാനം പുറകോട്ടടിപ്പിക്കാൻ ജനങ്ങളെ മോട്ടീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു അന്വേഷണം കൂടിയാണ് ഈ നാടകത്തിൻ്റെ ആകത്തുക. നാടകത്തിലെ പ്രമേയത്തിൻ്റെ ഉൾക്കരുത്തും ആവിഷ്കാരത്തിലെ പുതുമയും എടുത്തു പറയേണ്ടതാണ്. എക്സിറ്റോ എൻട്രൻസോ ഇല്ലാതെ മുഴുവൻ സമയവും നടീനടന്മാർ രംഗത്ത് സജീവമാകുന്നതാണ് പ്രത്യേകത. പ്രമേയത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ടെക്സ്ചറുകളും കോറിയോഗ്രഫി, സീനോഗ്രഫി, പ്രകാശക്രമീകരണം, സംഗീത വിന്യാസം എന്നിവ നാടകത്തെ മറ്റൊരു പരീക്ഷണം കൂടിയാക്കുന്നു. പ്രിയരാജ് ഭരതനും നന്ദഗോപനും സംവിധാന സഹായികളായി. ഗായത്രി രാജൻ ആലാപനവും സുബിൻ പ്രകാശക്രമീകരണവും നിർവഹിച്ചു. ലോ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളായ അർജുൻ PS-ഉം നന്ദന രാജുവുമാണ് കേടായ വണ്ടി അരങ്ങിലെത്തിക്കാൻ സംഘാടന ചുമതല ഏറ്റെടുത്തത്. ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിവാൽ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.